പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് സർക്കാരിനെതിരെ നിയമസഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. സ്പീക്കർക്ക് എഴുതി നൽകി ആരോപണം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തെ ധാരണ. ഇപ്പോൾ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച യൂത്ത് കോൺഗ്രസ് എന്ന നിയമസഭയിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട്. ആർ ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നല്ലോ ശ്രീജിത്ത്? അപ്പോൾ പറയൂ. ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു. നിയമസഭയിൽ ഈ ബ്രൂവറി അഴിമതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ എഴുതി നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ശൂന്യവേളയിൽ ഉന്നയിച്ച ഈ വിഷയത്തിൻ്റെ ഗൗരവം കളയേണ്ടതില്ല. ഇന്നു മുതൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം ചർച്ച ചെയ്യുകയാണ്. ഈ പ്രമേയ ചർച്ചയിൽ രാഷ്ട്രീയം യഥേഷ്ടം പറയാൻ ഉള്ള അവസരമുണ്ട്. ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ സ്പീക്കർക്ക് രേഖാമൂലം എഴുതി നൽകി അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കാനാണ് തീരുമാനം. നാളെ ആയിരിക്കും സഭാതലത്തിൽ ഈ അഴിമതി ആരോപണം പ്രതിപക്ഷത്തു നിന്ന് വരിക. ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടെന്ന ധാരണ ഇന്നലെ തന്നെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാർക്കിടയിലുണ്ട്. എന്തായാലും എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് തീരുമാനത്തിൽ ദുരൂഹതയുണ്ട്. ഇത് സർക്കാരിൻ്റെ അറിവോടുകൂടി നടന്ന രഹസ്യ ഇടപാടാണ്. ഇക്കാര്യത്തിൽ വൻതുകയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇന്ന് യൂത്ത് കോൺഗ്രസും നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഈ ഇടപാടിൽ അഴിമതി ആരോപിച്ചുകൊണ്ട്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന നിലയ്ക്കാണ് ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട കാര്യത്തെ UDF-ഉം പ്രതിപക്ഷവും കാണുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.